بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فهل عسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله فأصمهم وأعمى أبصارهم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ തുടർച്ചയായി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ സന്താനങ്ങളുമായുള്ള നമ്മുടെ ബാധ്യതകളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ വിശദീകരിക്കപ്പെട്ടത്. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ള പരമപ്രധാനമായ മറ്റൊരു കാര്യമാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. കുടുംബാംഗങ്ങളോടുള്ള മുസ്ലിമീങ്ങളുടെ നയവും പെരുമാറ്റവും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണത്. തൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ തൻ്റെ സന്താനങ്ങളും അവരല്ലാത്ത ഒരുപാട് ബന്ധുക്കൾ നമുക്കുണ്ട്. നമ്മുടേതായ ജ്യേഷ്ഠാനുജന്മാർ, സഹോദരീ സഹോദരന്മാർ, അങ്ങനെ രക്തബന്ധത്തിലൂടെയുള്ള ബന്ധുക്കളും അതുപോലെ തന്നെ മുലയൂട്ടിയ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധുക്കളും വൈവാഹിക ബന്ധം സ്ഥാപിച്ചതിലൂടെ നമുക്ക് പുതുതായി ഉണ്ടായിട്ടുള്ള ബന്ധുക്കളും, അങ്ങനെ നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന വൃത്തം വളരെ വിശാലമാണ്. അവരോടുള്ള ഒരു മുസ്ലിമിന്റെ നിലപാടുകൾ, ഒരു മുസ്ലിം അവരോട് പാലിക്കേണ്ടുന്ന കടമകൾ ഒരു ഇസ്ലാമിക കുടുംബത്തിൽ വളരെ പ്രസക്തമാണ്, വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗമാണ്. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിടത്ത് സൂറത്തുൻ നിസാഇന്റെ 1-ാമത്തെ ആയത്തിൽ തന്നെ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ എന്ന് പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു പറയുന്നത് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ ഉടനെ വൽ അർഹാം, ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ,
നിശ്ചയം അള്ളാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനായിട്ടുണ്ടെന്ന് നിങ്ങൾ മറക്കരുത് എന്ന് വളരെ ഗൗരവത്തോടുകൂടെ മാനവ സമൂഹത്തെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വളരെ പ്രസക്തമാണ് അൽ അർഹാം, നമ്മുടെ ബന്ധങ്ങൾ, ബന്ധുക്കൾ എന്നൊക്കെ പറയുന്നവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉമ്മ വഴിക്കുള്ള ബന്ധങ്ങളും ഉപ്പ വഴിക്കുള്ള ബന്ധങ്ങളും അങ്ങനെ രക്തബന്ധങ്ങളായി തന്നെ നമുക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ചെറുപ്പത്തിൽ 2 വയസ്സാകുന്നതിന്റെ മുമ്പേ വിശപ്പ് മാറുവോളം ഒരു സ്ത്രീയുടെ മുലപ്പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്താണ്. അതുമായി ബന്ധപ്പെട്ട് മുലയൂട്ടൽ ബന്ധത്തിലൂടെ നമുക്ക് കുറെ ബന്ധുക്കൾ ഉണ്ടാകുന്നുണ്ട്. മൂന്നാമതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ തികച്ചും അന്യരായി ജീവിച്ചിരുന്ന ഒരു സ്ത്രീയും പുരുഷനും വിവാഹം എന്ന് പറയുന്ന ഉടമ്പടിയിലൂടെ, കരാറിലൂടെ ഒന്നായി ചേരുമ്പോൾ അവിടം മുതൽക്ക് ആരംഭിക്കുന്ന ചില പുതിയ ബന്ധുക്കളും ഉണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് ബന്ധുക്കൾ നിരവധിയാണ്. ഇന്ന് ബന്ധുക്കൾ ആരൊക്കെയാണ് നമ്മുടെ കുടുംബക്കാർ എന്ന് അറിയാത്ത ഒരവസ്ഥയിലേക്ക് ലോകം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തെ അപേക്ഷിച്ച് പുതുതലമുറക്ക് ആരൊക്കെയാണ് ബന്ധുക്കൾ, ആരൊക്കെയാണ് തന്റെ കുടുംബങ്ങൾ എന്ന് അറിയാത്ത ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കണം, പ്രവാസികൾ ഇവിടെ കുടുംബങ്ങളായി ജീവിക്കുന്ന പല പ്രവാസികളുടെ മക്കൾക്കും പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ ആരോടൊക്കെയാണെന്ന് അറിയാത്തൊരവസ്ഥയുണ്ട്. ഒരു നാട്ടിലാണെങ്കിൽ പോലും ഇന്ന് പണ്ടത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് ആലോചിച്ചു നോക്കിയാൽ നമ്മളൊക്കെ ഒരു വിശാലമായ കൂട്ടുകുടുംബങ്ങളിലാണ് വളർന്നു വന്നത്. ഇന്നിന്റെ ലോകം അങ്ങനെയല്ല. ഇന്ന് ഒരു ഭാര്യ, ഒരു ഭർത്താവ്, 2-3 മക്കൾ, അണുകുടുംബം. പണ്ടങ്ങനെയല്ല. പണ്ട് ഒരു വലിയ തറവാടാണ്. ആ തറവാടിൽ വല്യമ്മയുണ്ട്, വല്ലിപ്പയുണ്ട്, വാപ്പയുണ്ട്, വാപ്പയുടെ ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്, മൂത്താപ്പയുണ്ട്, എളാപ്പയുണ്ട്, എളാപ്പയുടെ ഭാര്യ ഇളയമ്മയുണ്ട്, മൂത്തമ്മയുണ്ട്, മക്കളുണ്ട്. അങ്ങനെ വിശാലമാണ്. അതുകൊണ്ട് തന്നെ അന്നൊക്കെ ചില ബന്ധങ്ങളൊക്കെ പലപ്പോഴും ആളുകൾക്ക് പറഞ്ഞാൽ അറിയും. ഇന്നങ്ങനെയല്ല. ഇന്ന് പലപ്പോഴും നമുക്ക് നമ്മുടെ ഇളയമ്മമാര്, മൂത്തമ്മമാര്, ഉമ്മ വഴിക്കുള്ള ബന്ധങ്ങൾ, ഉപ്പ വഴിക്ക് നമുക്ക് ആരൊക്കെ ബന്ധങ്ങളുണ്ട് എന്ന് ഒരു പക്ഷേ നമുക്കറിയാമായിരിക്കാം. പക്ഷേ നമുക്കറിയുന്ന അത്ര പോലും നമ്മുടെ മക്കൾക്ക് അവരുടെ എളാപ്പ, മൂത്താപ്പ, മറ്റു ബന്ധങ്ങൾ ആരെന്ന് അറിയില്ല. ഇത് വാസ്തവത്തിൽ ഒരു ദുരന്തമാണ്. ബന്ധങ്ങൾ അറിയണം. ബന്ധങ്ങൾ അറിഞ്ഞാലേ ബന്ധങ്ങൾ ചേർക്കാൻ കഴിയുകയുള്ളൂ. ആരോടൊക്കെയാണ് തനിക്ക് കുടുംബ ബന്ധം ചേർക്കൽ നിർബന്ധമായിട്ടുള്ളത് എന്ന് എനിക്കറിഞ്ഞാലേ എനിക്ക് ആ ബന്ധങ്ങളെ ചേർക്കാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ മക്കൾ വിചാരിക്കുമെന്ത്, ഇത് വാപ്പ, എനിക്ക് വാപ്പനോടെ കടപ്പാടുള്ളൂ, അതിനപ്പുറം അറിയില്ല. പണ്ട് കാലങ്ങളിൽ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രംഗത്ത് ഭയങ്കരമായ അഥവാ വലിയ രൂപത്തിൽ ഈ കാര്യം ഓർത്തു നടന്നിരുന്ന ആളുകളായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അവർക്കൊക്കെ അവരുടെ പരമ്പരയാണ് എണ്ണാൻ കഴിഞ്ഞിരുന്നു. വാപ്പന്നാള്, വാപ്പന്റെ വാപ്പ, വാപ്പന്റെ വാപ്പ, അങ്ങനെ പോവുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ മദ്രസകളിൽ നിന്ന് എത്ര ഉപ്പാപ്പമാരെയാ പഠിച്ചത്? 20 ഉപ്പാപ്പമാരെയാ നമ്മൾ പഠിച്ചത്. നമുക്ക് എത്ര എണ്ണാൻ കഴിയും? നമുക്കറിയുക പോലുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഉള്ള അത്ര ഇല്ലെങ്കിലും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളോട് നമുക്ക് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ആ ബന്ധങ്ങൾ അറിയണ്ടേ? അതുകൊണ്ട് ബന്ധങ്ങൾ അറിയണം. അത് നമ്മുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം ഹദീസിൽ, തഅല്ലമൂ മിൻ അൻസാബികും മാ തസിലൂന ബിഹി അർഹാമകും. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. തഅല്ലമൂ, നിങ്ങൾ പഠിക്കണേ, മിൻ അൻസാബിക്കും, നിങ്ങളുടെ ബന്ധങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം. നിങ്ങൾ അറിയണം നിങ്ങൾക്ക് ഏതൊക്കെ കുടുംബ ബന്ധുക്കൾ എവിടെയൊക്കെയുണ്ട്, അത് നിങ്ങൾ അറിയണം. എന്തിനാണെന്നോ, മാ തസിലൂന ബിഹി അർഹാമകും, നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ അത് അറിയണ്ടേ. ഇന്ന് എത്ര ആൾക്കറിയാം? അതറിയാത്തൊരവസ്ഥയാണ്. വാപ്പന്റെ വഴിക്ക് എനിക്ക് എവിടെയൊക്കെ ബന്ധുക്കൾ, ഏതൊക്കെ രാജ്യത്തുണ്ട്, ഉമ്മ വഴിക്ക് ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം.
അതിന് ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് അറിയണം. കാരണം പരിശുദ്ധ ഖുർആൻ എപ്പോഴും ബന്ധങ്ങൾ വിളക്കി ചേർക്കാനാ പറയുന്നത്. ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്നാണ് ഇസ്ലാം പറയുന്നത്. അതേ അവസരത്തിൽ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവർക്കോ അല്ലാഹു തആല അവരെ ശപിച്ചിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ ഒന്നിലേറെ സ്ഥലത്ത് പറഞ്ഞത്. ഫഹൽ അസൈതും മിൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർളി വതുഖത്തിഉ അർഹാമകും. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു കളയുകയും ചെയ്യുകയാണോ എന്ന് ചോദിച്ച ഒരു സന്ദർഭത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട് ബാക്കി ഭാഗം, ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അത്തരം ആളുകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അള്ളാന്റെ ശാപം കിട്ടുന്ന ഏർപ്പാടാണ് ബന്ധങ്ങളെ മുറിച്ചു കളയൽ, ബന്ധുക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്ന് അകന്നുപോകൽ. അത് അല്ലാഹുവിന്റെ ശാപം കിട്ടുന്ന ഏർപ്പാടാണ്. ഇനിയും പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിലെ 25-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അല്ലാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന കക്ഷികൾ വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യുസല വയുഫ്സിദൂന ഫിൽ അർദി ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. അല്ലാഹ് ചേർക്കാൻ പറഞ്ഞിട്ടുള്ള ബന്ധങ്ങളെ, ചേർക്കപ്പെടണമെന്ന് അല്ലാഹ് കൽപ്പിച്ചിട്ടുള്ള ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവരാരോ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്നവരാരോ, അല്ലാഹ് ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ അത് ചേർത്ത് നിലനിർത്താതെ അത് മുറിച്ചു കളയുന്ന ബന്ധം വിച്ഛേദിക്കുന്നവര് ഉലൈക ലഹുമുൽ ലഅന, അവർക്ക് ശാപമാണുള്ളത്, ലഅനത്താണ് അവർക്കുള്ളത്. വലഹും സൂഉദ്ദാർ, അവർക്ക് ഏറ്റവും ചീത്തയായ ഭവനമാണുള്ളത്, ഏറ്റവും മോശമായ സങ്കേതമായ നരകമാണ് അവർക്കുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയാണ്. ഇപ്പൊ ഗൗരവമാണ്, നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരല്ല. അങ്ങനെ എത്ര ആള് അവിടെ എല്ലാവരും നോക്കാം, അപ്പൊ എനിക്ക് നേരമുണ്ടോ, എല്ലാവരുമായിട്ടും ബന്ധപ്പെടാം, അപ്പൊ എനിക്ക് സമയമുണ്ടോ? പറ്റൂല എന്നാ ഇസ്ലാം പറയുന്നത്. നിന്റെ ബന്ധങ്ങൾ ഏതൊക്കെ നീ അറിയണം, അറിഞ്ഞ് അത് നിലനിർത്തും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ കാണാം, നമുക്കൊക്കെ മനഃപ്പാഠമാക്കാവുന്ന കൊച്ചു ഹദീസാണ്, ഞാൻ പറയട്ടെ. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല ഖാതിഉ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. ആരാണ് ഖാതിഉ? അല്ലാഹ് ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ ചേർത്ത് നിലനിർത്താതെ മുറിച്ചു കളയുന്നവനാരോ അവൻ സ്വർഗപ്രവേശനത്തിന് യോഗ്യനല്ല. വളരെ ഗൗരവത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. അപ്പൊ സ്വർഗം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ബന്ധങ്ങൾ ചേർക്കണം. എത്രത്തോളം ജീവിതത്തിൽ നിനക്ക് ബറക്കത്ത് വേണോ, നീ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്ത് വേണോ, ചെയ്യുന്ന ജോലിയിലും നിനക്ക് അല്ലാഹു നൽകുന്ന സമ്പാദ്യത്തിലും ബറക്കത്ത് വേണോ, നീ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അത്രയും സമാധാനത്തോടെ നിന്റെ ആയുസ്സിലും ബറക്കത്ത് കിട്ടണോ, ബന്ധങ്ങൾ ചേർത്തോളാനാണ് ഇസ്ലാം പറയുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ സറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. ആർക്കെങ്കിലും തന്റെ റിസ്ഖിൽ വിശാലത നൽകപ്പെടുന്നത് ആർക്കാ സന്തോഷമില്ലാത്തത്? അല്ലാഹ് തനിക്ക് തരുന്ന ഉപജീവന മാർഗങ്ങളിൽ വിശാലത കിട്ടണം എന്ന് ആർക്കാണ് സന്തോഷം തോന്നാത്തത്? ആരാണത് ആഗ്രഹിക്കാത്തത്? അതാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അല്ലാഹ് തനിക്ക് ഇനി എത്ര ആയുസ്സാണോ അല്ലാഹ് നിശ്ചയിച്ചു തന്നതെങ്കിൽ അത്രയും ശിഷ്ടമായ ജീവിതത്തിന്റെ കാലഘട്ടം എനിക്ക് സമാധാനത്തോടെ കഴിയണം, അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് എനിക്ക് കിട്ടണം എന്നൊക്കെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവൻ തന്റെ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്തട്ടെ. അപ്പൊ എന്തെല്ലാം കാര്യം, സ്വർഗപ്രവേശനത്തിന് ഇത് വേണം, നരകത്തിൽ നിന്ന് മുക്തമാകണമെങ്കിൽ ഇത് വേണം, ജീവിതത്തിൽ ബറക്കത്ത് കിട്ടാൻ എല്ലാ അർത്ഥത്തിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉപജീവനത്തിലും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആയുസ്സിലുമൊക്കെ നമുക്ക് ഐശ്വര്യവും ബറക്കത്തും അല്ലാഹുവിങ്കൽ നിന്ന് ലഭ്യമാകാൻ ഇത് അനിവാര്യമാണ്, ഇത് ആവശ്യ ഘടകമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വരികയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാന്റെ റസൂൽ ഹിജറ വരികയാണ്. അങ്ങനെ മദീനത്തേക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയ വിവരമറിഞ്ഞ്
ആളുകളൊക്കെ തടിച്ചുകൂടുകയാണ് റസൂലുള്ളാഹിനെ ഒരു നോക്ക് കാണാൻ. ആ നേരത്തെ അബ്ദുല്ലാഹി ഇബ്നു സല്ലാം റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം യഹൂദിയാണ്. ആ യഹൂദിയായ അബ്ദുല്ലാഹി ഇബ്നു സല്ലാം അന്ന് യഹൂദിയാണ്, പിന്നീട് അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട്. ആ അബ്ദുല്ലാഹി ഇബ്നു സല്ലാം റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ റസൂല് മദീനയിൽ എത്തി എന്ന് ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടപ്പോ അദ്ദേഹം പറയാണ്, ഞാനും ആൾക്കൂട്ടത്തിനിടയിൽ പോയി അവിടുത്തെ ഒന്ന് കാണാൻ വേണ്ടി ഞാനും പോയി നിന്നു. എനിക്കാ മുഖം കണ്ടപ്പോഴേ ബോധ്യമായി, അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദ്ദാബ്, ഇതൊരു നുണ പറയുന്നയാളുടെ മുഖമല്ല, നല്ലൊരു ഐശ്വര്യമുള്ള നല്ലൊരു സത്യസന്ധനായ ഒരാളുടെ മുഖമായിട്ടാണ് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ അവിടെ കൂടിയ ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രഥമ സംസാരത്തിൽ അവിടുന്ന് ഇങ്ങനെ പറയുന്നതാ ഞാൻ കേട്ടത്, യാ അയ്യുഹന്നാസ് അഫ്ശുസ്സലാം വഅത്ഇമുത് തആം വസിലുൽ അർഹാം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ഓ ജനങ്ങളെ, നിങ്ങൾ സലാം പ്രചരിപ്പിക്കണം, നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കണേ, സിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ചേർത്ത് നിർത്തണേ, വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ആളുകളൊക്കെ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണേ. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ റസൂലുള്ളാഹി പറഞ്ഞിട്ട് പറഞ്ഞു, തദ്ഖുലുൽ ജന്നത ബിസലാം, എങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ജന്നത്തിൽ പ്രവേശിക്കാം. ഇതാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പ്രഥമമായി കേട്ടത് മദീനയിലെത്തിയ ഉടനെ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സല്ലാം റളിയല്ലാഹു തആല അൻഹു പറയാൻ. അവിടെയും ഇത് എടുത്തു പറഞ്ഞു നാം പറയുന്നത്. കുടുംബബന്ധം നമ്മുടെ ഈമാനുമായിട്ടാണ് കണക്ട് ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. നമ്മൾ പലപ്പോഴും എന്താ നിസ്കരിക്കുന്നുണ്ടാകും, നോമ്പും നോൽക്കും അംജനും ഉംറക്കും ഒക്കെ പലപ്പോഴും പോകുന്നുണ്ടാകും. പക്ഷേ കുടുംബ ബന്ധങ്ങളെ തിരിഞ്ഞു നോക്കൂല, കുടുംബത്തെ സംബന്ധിച്ച് ആലോചിക്കൂല, അവരെ സഹായിക്കൂല, ആ ബന്ധങ്ങൾ ചേർക്കാൻ നടക്കൂല. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു, ആര് അല്ലാഹുവിലും പരലോകത്തിലുമൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, എനിക്ക് അള്ളാഹുവിനെ വിശ്വാസമുണ്ടെന്നാണോ എന്റെ അവകാശം, പരലോകത്തെക്കുറിച്ച് എനിക്ക് വിശ്വാസമുണ്ടെന്നാണോ എന്റെ അവകാശവാദം, എങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതിന് പല സ്വഭാവങ്ങളും നമ്മിൽ ഉണ്ടാകണം. അതിൽപ്പെട്ട ഒന്നവിടെന്ന് പറയാണ്, ഫൽയസിൽ റഹിമഹു, അവൻ തന്റെ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്തട്ടെ, ചേർക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. ഇനി ഇതിലപ്പുറം പ്രാധാന്യം പറയേണ്ടതില്ലല്ലോ. ഈമാനുമായിട്ടാ ബന്ധം. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് ചെയ്യണം. സ്വർഗം വേണോ ഇത് ചെയ്യണം, നരകത്തുനിന്ന് രക്ഷപ്പെടണോ ഇത് ചെയ്യണം, ദുനിയാവിൽ ജീവിതത്തിൽ നിനക്ക് റിസ്ക്കിലും ഉപജീവനത്തിലും ബറക്കത്ത് വേണോ ഇത് നിലനിർത്തണം. കിട്ടുന്ന ആയുസ്സിൽ, അള്ളാഹു നൽകുന്ന ആയുഷ്കാലത്തിൽ നമുക്ക് സമാധാനവും ആരോഗ്യ ആഫിയത്തോടെയൊക്കെ ജീവിക്കണോ ഇത് വേണം. ഇന്നൊക്കെ കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ വചനങ്ങളിലൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കണം. അപ്പൊ ആരൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടേതായ നമ്മൾ മരിച്ചാൽ നമ്മുടെ സ്വത്തവകാശികളായിട്ട് വരുന്ന ആളുകളുണ്ട്, മക്കള്, അതുപോലെ തന്നെ ബാപ്പ, ജ്യേഷ്ഠൻ, അനുജൻ, അങ്ങനെ പലരുമുണ്ട്. പക്ഷേ ഇന്നയാളുണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്നയാൾക്ക് സ്വത്ത് കിട്ടൂല, അതൊക്കെ അതിന്റെ വേറെ നിയമങ്ങളാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വൃത്തം വളരെ വിശാലമാണ്. വൃത്തം വളരെ വിശാലമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ദുൽ ഖുർബ, ദവിൽ ഖുർബ എന്നൊക്കെ. നിന്റെ അടുത്ത ബന്ധുക്കൾ, നിന്റെ അടുത്ത ബന്ധുക്കളെ, ബന്ധുക്കൾക്ക് നീ കൊടുക്കണം, ബന്ധുക്കളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ അഖാരിബ്, ഈ ദുൽ ഖുർബ, ദിൽ ഖുർബ എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ബന്ധങ്ങൾ നമുക്ക് ഒരുപാട് വഴിക്കുണ്ടാകും. അതൊക്കെ ഏതൊക്കെയെന്ന് അറിഞ്ഞ് അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിലനിർത്തണം എന്നാണ് ഇസ്ലാം പറയുന്നത്. എങ്ങനെയൊക്കെ ഇത് നിലനിർത്തണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ബന്ധങ്ങൾ, ഒരു ഇസ്ലാമികമായ ഒരു മുസ്ലിം എങ്ങനെയൊക്കെ ഈ ആളുകളോടുള്ള ബന്ധങ്ങൾ നിലനിർത്തണം? അതിൽ പരമപ്രധാനമാണ് ഒന്ന് സന്ദർശനങ്ങൾ തന്നെയാണ്. നമ്മൾ അവരെ താമസിക്കുന്നിടത്ത് പോയിട്ട് അവരെ പോയി കാണണം, സുഖവിവരങ്ങൾ അന്വേഷിക്കണം. അതൊരു മാർഗമാണ്.
അതുപോലെ തന്നെ അവരെ അങ്ങോട്ട് പോയി കാണൽ മാത്രമല്ല, അവരെ നമ്മുടെ വീട്ടിലേക്കും ഇങ്ങോട്ടും വിളിക്കണം. അപ്പൊ അവര് നമ്മുടെ വീട്ടിലേക്കും വരവായി, നമ്മുടെ മക്കളെ പരിചയപ്പെടലായി, ബന്ധുക്കളെ പരിചയപ്പെടലായി. അപ്പൊ അങ്ങോട്ട് പോയിട്ട് പരിചയപ്പെടുന്നു, ഇങ്ങോട്ടും വരുത്തി പരിചയപ്പെടുത്തുന്നു. മാത്രമല്ല, ഇനി പോകാൻ സാധിച്ചില്ലെങ്കിലോ, ദൂരെയാണെങ്കിലും നമ്മൾ അവരുമായി ബന്ധം മുറിക്കാൻ പാടില്ല. അവരുടെ വിവരങ്ങൾ അന്വേഷിക്കണം, അവരുടെ സുഖവിവരങ്ങൾ ആരായണം, അവർക്ക് സലാം പറയണം, അവരുടെ വിവരങ്ങൾ ആരായണം. അതൊരു പക്ഷേ നമുക്ക് ടെലിഫോണിലൂടെ ആവാം, മറ്റു സംവിധാനങ്ങളിലൂടെ ആവാം. ഏതൊക്കെ വിധത്തിലാണോ നിലനിർത്താൻ കഴിയുന്നതെങ്കിൽ അന്വേഷണങ്ങളും ആ നിലക്കുള്ള ആ രൂപത്തിലുള്ള വിഷയങ്ങൾ ആരായാലുമൊക്കെ പരമപ്രധാനം തന്നെ. ഒരു കാലഘട്ടമുണ്ടായിരുന്നു നമുക്കൊക്കെ, പ്രവാസ ലോകത്തേക്ക് ആദ്യമായിട്ട് വന്നത് കുറച്ചൊരു 10-25 കൊല്ലമൊക്കെ ആയിട്ട് ഇവിടെ പ്രവാസികളായിട്ട് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് പഴയ കാലം അറിയാം. ഒരു കത്തയച്ചാൽ നമ്മളിങ്ങനെ എണ്ണലാണ്. ഇപ്പം ഇങ്ങനെ നമ്മളെ കത്ത് പറഞ്ഞു, അങ്ങനെ അവിടെ പോയി ഇറങ്ങി, ഒരാഴ്ചയായി, ഭാര്യയുടെ കൈ കിട്ടി, അല്ലെ ഇപ്പാടെ കൈ കിട്ടി, മറുപടി എഴുതുന്നുണ്ടാവും, പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഇപ്പൊ അങ്ങോട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും. പോസ്റ്റ് ബോക്സ് പോയി തുറന്ന കത്ത് കിട്ടും. 15 ദിവസം നമുക്ക് പരിചയമുള്ളത് ഒരു കത്ത് പോയിട്ട് തിരിച്ചു വരാൻ 15 ദിവസമായിരുന്നു വിവരം അറിയാൻ. അതിൻ്റെയും മുമ്പ് വന്നവര് പറയുന്നത് കേട്ടത് ഒരു മാസമായിരുന്നു എന്നാണ്. ഇപ്പോ വല്ല വിഷയമുണ്ടോ? എന്നാൽ ഒരു മാസം കൊണ്ട് വിവരമറിഞ്ഞിരുന്ന കാലത്തും 15 ദിവസം കൊണ്ട് വിവരമറിയാൻ കാത്തിരുന്ന കാലത്തും ഉണ്ടായിരുന്ന ബന്ധങ്ങളും ആ ഒരു സ്നേഹങ്ങളും ഇന്നിന്റെ ലോകത്തുണ്ടോ? ആലോചിക്കണം നമ്മൾ. വിരൽത്തുമ്പിൽ നമുക്ക് ഞൊടിച്ചാൽ അവിടെ ബന്ധുക്കളെ കാണാം. പക്ഷേ എന്നിട്ട് നമ്മൾ എത്ര പേര് ബന്ധം ചേർക്കുന്നുണ്ട്, എത്ര പേര് ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ട്? അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, നീ അവരോട് ബന്ധം ചേർക്കേണ്ടത് അവരെ പോയി കാണാൻ കഴിയുമോ? അങ്ങനെയാണ്. അതിന് കഴിയില്ലെങ്കിൽ അവരെ നിനക്ക് ഇങ്ങോട്ട് വരുത്ത്, അഥവാ നിന്റെ വീട്ടിലേക്കും വിളിക്ക്. അതല്ല, നിങ്ങൾ ദൂരസ്ഥലത്താണോ, പോകാനും വരാനും കഴിയാത്തത്ര ദൂരമാണ്, എപ്പോഴും പോകാൻ കഴിയൂല, ഒരു നാട്ടിലേക്ക് പോകുമ്പോഴൊക്കെ കഴിയുകയുള്ളൂ. എന്നാൽ ടെലിഫോൺ ഉണ്ടല്ലോ, സംവിധാനങ്ങളുണ്ടല്ലോ. ഏതൊക്കെ സംവിധാനങ്ങളാണെന്ന് നമുക്ക് ചുറ്റുമുള്ളത്. സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലത്തുണ്ടായിരുന്ന ബന്ധത്തിന്റെ പവിത്രതയും ആ ഒരു സൂക്ഷ്മതയും സംവിധാനങ്ങൾ ഏറിയ ഈ കാലത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഉണ്ട്, അതിങ്ങനെ ചുരുങ്ങി വരികയാണ്. എത്രത്തോളം ഞാൻ വിളിച്ചത് എൻ്റെ ഭാര്യയെ ഫോണിൽ കിട്ടാനാണ് ഞാൻ വിളിച്ചതെങ്കിൽ എടുത്തത് ഉമ്മയായാൽ പോലും സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു മക്കൾ, ബാപ്പയായാൽ പോലും അധികം സംസാരിക്കാൻ പിന്നെ മൂടില്ല, നല്ലൊരു മൂഡിൽ വിളിച്ചു തരുന്നു, എടുത്ത ഇപ്പൊ മൂപ്പര. ഈ രൂപത്തിൽ വിചാരിക്കുന്ന ആളുകളില്ലേ? പക്ഷേ ഇസ്ലാം എന്താണ് പറയുന്നത്? അതേ അന്വേഷണങ്ങളും സലാം പറയലുകളും, അതുപോലെ തന്നെ നീ അവർക്ക് സദഖകൾ കൊടുക്കണം, ഹദിയകൾ കൊടുക്കണം. ബന്ധങ്ങൾ അങ്ങനെയൊക്കെയാ നിലനിർത്തേണ്ടത്. സദഖ കൊടുക്കുക, ഹദിയ കൊടുക്കുക. എന്താ ഈ സദഖയും ഹദിയും? നമ്മുടെ കുടുംബ ബന്ധുക്കളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാകും, കഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകും. നമ്മളൊരു സഹായം അവർക്ക് കൊടുത്തെങ്കിൽ എന്ന് ആശിക്കുന്ന ആളുകളുണ്ടാകും, നമ്മുടെ സഹായത്തെ പ്രതീക്ഷിക്കുന്നവരുണ്ടാകും. അങ്ങനത്തെവർക്ക് നീ സ്വതക്കയായിട്ട് കൊടുത്തോ. കാരണം അസ്സദഖത്തു അലൽ മിസ്കീൻ, മിസ്കീനായ ഒരു പാവപ്പെട്ട അന്യനായ ഒരാൾക്ക് നീ സ്വതക്ക കൊടുക്കുന്നത് അത് കേവലം ഒരു ധർമ്മം മാത്രമാണ്. അതേ അവസരത്തിൽ നിന്റെ കുടുംബ ബന്ധങ്ങളിൽപ്പെട്ടവർക്ക് നീ സഹായിക്കുമ്പോൾ അതിന് നിനക്ക് സ്വതക്കയുടെയും കൂലിയുണ്ട്, കുടുംബ ബന്ധം ചേർത്ത പുണ്യവും ഉണ്ട്. പുറത്തേക്ക് കൊടുക്കുന്നതിനേക്കാൾ അകത്ത് കൊടുക്കുമ്പോൾ 2 പുണ്യാണ്. ഒന്ന് ബന്ധങ്ങൾ നിലനിർത്തി എന്നുള്ള പുണ്യം. കാരണം അള്ളാഹ് പറഞ്ഞതാണ് ചേർക്കണം നിങ്ങൾ ആ ബന്ധം. ആ പുണ്യം കിട്ടി, സ്വതക്കയുടെ പുണ്യം കിട്ടി. അപ്പൊ എന്റെ കുടുംബത്തിൽ അവകാശികളായ ആളുകൾ ഉണ്ടാകുമ്പോ അവർക്ക് ഞാൻ സ്വതക്ക കൊടുക്കണം. ഇനി അവർക്കൊക്കെ എന്നേക്കാൾ ഉഷാറാണ്, അവർക്ക് ഞാൻ കൊടുത്തിട്ട് വേണ്ട. എന്നാലും നമ്മൾ കൊടുക്കൽ മറക്കരുത്. എന്തെങ്കിലും ഒന്ന് ഹദിയ കൊണ്ടുപോയി കൊടുക്ക്, ഗിഫ്റ്റ് കൊടുക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തഹാദൂ തഹാബൂ. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഹദിയ കൊടുക്കണം, പരസ്പരം ഹദിയ കൊടുക്കാൻ മറക്കരുത്. ഹദിയ നിങ്ങൾ കൊടുക്കണേ. തഹാബൂ, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം ഉണ്ടാക്കും. അത് സ്നേഹം ഉണ്ടാക്കും.
നമ്മളത് കിട്ടിയിട്ടൊന്നും വേണ്ട. പക്ഷെ എന്നാലും നമ്മൾ പോകുമ്പോൾ നമ്മൾ അവിടെ എവട്ടെ ഇവിടെ എവട്ടെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, ഒരു ഗിഫ്റ്റ്, ഒരു ഹദിയ. അത് ഹദിയ ആയിക്കോട്ടെ, സ്വതക്കയല്ല, നമ്മൾ അവരെ സഹായിക്കാൻ നിലക്കല്ല. എന്നാലും അവരുടെ അടുത്തൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് കൊടുക്കുന്നത് ആ ബന്ധങ്ങളെ നിലനിർത്തും. ബന്ധങ്ങളെ നിലനിർത്താനുള്ള മാർഗങ്ങളാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, കുടുംബങ്ങളിൽ വലിയവരായ ആളുകളെ പ്രത്യേകം ബഹുമാനിക്കണം. ഇളയവരായ ആൾക്കാരുണ്ടാവും, നമ്മേക്കാൾ മുതിർന്നവരെ ആ സ്ഥാനത്ത് കാണണം. നമ്മേക്കാൾ പ്രായക്കുറവുള്ളവരെ ആ സ്ഥാനത്ത് കണ്ട് അവർക്ക് പ്രത്യേകമായി നിലക്കവരോട് കാരുണ്യവും സ്നേഹവും അനുകമ്പയും ഒക്കെ വേണം. തീർന്നില്ല, ഓരോരുത്തർക്കുമുള്ള സ്ഥാനം നമ്മൾ വകവെച്ചു കൊടുക്കണം. ഒരു കുടുംബമാകുമ്പോൾ നമുക്കൊരു സ്ഥാനം ഉണ്ടാവും. നമ്മളെ ബാപ്പല്ലെങ്കിൽ നമ്മുടെ ബാപ്പന്റെ സ്ഥാനത്താണ് നമ്മുടെ ജ്യേഷ്ഠൻ. ഉമ്മല്ലേ, ഉമ്മയുടെ സ്ഥാനത്താണ് നമ്മുടെ പെങ്ങള്, മൂത്ത പെങ്ങള്, മൂത്ത ജ്യേഷ്ഠൻ. ഇങ്ങനെയൊക്കെ പലരും ഉണ്ടാവും. അങ്ങനെ ബന്ധപ്പെട്ട ആളുകള്, അതുപോലെ തന്നെ തൻ്റെ അനിയന്മാര്, കാരണോര് എന്ന് ചില സ്ഥലങ്ങളിൽ പറയും, അമ്മാമന്മാര് എന്ന് പറയും. അങ്ങനെ പല ആൾക്കാരും ഉണ്ടാകും. അങ്ങനെയുള്ള ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങൾ ഉണ്ടാകും. ആ സ്ഥാനം വകവെച്ചു കൊടുക്കണം. ഓരോരുത്തർക്കും സ്ഥാനം, എല്ലാ ബന്ധുക്കളും എനിക്ക് ഒരുപോലെ അല്ല, ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങൾ ഉണ്ടാകും. ആ സ്ഥാനവും പദവിയൊക്കെ അവർക്ക് വകവെച്ചു കൊടുക്കണം. മാത്രമല്ല, കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളിൽ നമ്മളും അകമഴിഞ്ഞ് പങ്കുചേരണം. നമ്മുടെ കുടുംബങ്ങൾ സന്തോഷിക്കുമ്പോൾ നമ്മൾ വേറിട്ട് നിൽക്കരുത്. ആ കുടുംബത്തിന്റെ സന്തോഷത്തിൽ നമ്മളും ഭാഗവാക്കാകണം. പക്ഷേ ഇസ്ലാം വിരോധിച്ച സന്തോഷമാണ് കുടുംബത്തിലെങ്കിൽ ഭാഗവാക്കാകാൻ പാടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. കുടുംബത്തിൽ ഭയങ്കര ഒരു സന്തോഷത്തിന്റെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, പക്ഷേ റസൂലുള്ള വിരോധിച്ച സംഗതിയാണ് നടക്കുന്നത്. എന്നാൽ പിന്നെ നമ്മൾ അതിൽ അനുമോദനം അറിയിക്കാനും ഹാപ്പി അറിയിക്കാനും വളരെ സന്തോഷമുണ്ട്, ഞാൻ അവിടെ എല്ലാത്തിലും സങ്കടം തോന്നുന്നു പറയാൻ പറ്റൂല. അവിടെ നടക്കുന്ന കാര്യം എന്താ? ഇസ്ലാം വിരോധിച്ചൊരു സംഗതിയാണ്, അള്ളാഹുവിന് വെറുപ്പുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൽ ഇല്ലാത്തൊരു സംഗതിയാണ്, ഒരു ബിദ്അത്തായ സംഗതിയാണ്. അങ്ങനത്തെ ഒരു ആചാരം, എന്തോ ഒരു മാമൂല് നടക്കുകയാണ്. അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികളും ഗദ്യങ്ങളും പദ്യങ്ങളും ഒക്കെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള മൗലിദ് എന്ന പേരിൽ, മദ്ഹ് എന്ന പേരിൽ മഹാന്മാരായ ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അത്തരത്തിലുള്ള സദസ്സുകളൊക്കെയാണ് അവിടെ നടക്കുന്ന. അത്തരത്തിലുള്ള ഫംഗ്ഷനുകളാണ്, സംവിധാനങ്ങളാണ്. നമുക്ക് പങ്കെടുക്കാൻ വകുപ്പില്ല. നിങ്ങളെ സന്തോഷത്തിൽ ഞങ്ങളുമുണ്ട് എന്ന് പറയാൻ വകുപ്പില്ല. അതേ അവസരത്തിൽ അല്ലാഹു അനുവദിച്ചിട്ടുള്ള ഏത് സന്തോഷങ്ങളും, അതേ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു സന്തോഷകരമായ ഒരു വാർത്തയുണ്ട്, അല്ലാഹു അനുവദിച്ചൊരു സംഗതിയാണ്. നമ്മൾ അവരെ വിളിച്ചുകൊണ്ട് നമ്മുടെ സന്തോഷം പങ്കിടണം, നമ്മളുടെ ആ സന്തോഷം അവരോട് അറിയിക്കണം. അതുപോലെ തന്നെ അവിടെ വല്ല ദുഃഖകരമായ സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ സഹായിക്കണം. അവരോട് ദുഃഖത്തിൽ നമ്മളും പങ്കുചേരണം, അവരെ സമാശ്വസിപ്പിക്കണം. അവരിൽ ആരെങ്കിലും രോഗികളായ അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം, ആശ്വസിപ്പിക്കണം, സഹിക്കാൻ പറയണം, ക്ഷമിക്കാൻ പറയണം. ചികിത്സക്ക് വേണ്ട കാര്യങ്ങളിൽ നമ്മുടേതായ പ്രത്യേകമായ സഹായം വല്ലതും വേണമെങ്കിൽ അതവർക്ക് ചെയ്തു കൊടുക്കണം. ഇനി ആരെങ്കിലും മരണപ്പെട്ടുവോ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവരുടെ വിയോഗത്തിൽ വേദന അനുഭവിക്കുന്ന സന്തപ്ത കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണം. അത് പുറമേയുള്ള കുടുംബങ്ങളാണെങ്കിൽ പോലും എത്രത്തോളം പുണ്യകരമാണ്. അത് സ്വന്തം കുടുംബങ്ങളാകുമ്പോഴോ അതിന്റെ മഹത്വം വർദ്ധിക്കുന്നു. അതുകൊണ്ടാ പറയുന്നത്, സന്തോഷത്തിന്റെ ഘട്ടങ്ങളിൽ നമ്മളും ആ സന്തോഷങ്ങളിൽ പങ്കുചേരണം. അവരുടെ ദുഃഖത്തിന്റെ മേഖലകളിൽ നമ്മളും ദുഃഖത്തിൽ പങ്കാളികളാവണം. ഇത് നമ്മുടെ ബാധ്യത തന്നെയാണ്. അതുപോലെ തന്നെയാണ് കുടുംബങ്ങളിലുള്ള രോഗികളെ സന്ദർശിക്കൽ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമയാണത്. അത് കുടുംബത്തോടാകുമ്പോ നമുക്ക് ബാധ്യത കൂടുകയാണ്. രോഗസന്ദർശനവും അതുപോലെ തന്നെ മരിച്ചാൽ ആ ജനാസയിൽ പങ്കെടുക്കലുമൊക്കെ മറ്റുള്ള മുസ്ലിമീങ്ങളോട് പോലും നമുക്കൊരു കടമയാകുമ്പോൾ, അത് തന്റെ സ്വന്തം കുടുംബത്തിലാകുമ്പോൾ അതിന്റെ എത്രത്തോളമാണ് നമുക്ക് കടമയുള്ളത്. അവിടെയൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നീയത്ത് തെറ്റിപ്പോകാൻ പാടില്ല. കാരണം പലപ്പോഴും പല ബന്ധുക്കളെയും രോഗികളായുമ്പോൾ കാണാൻ പോകലും മരിച്ചയിടത്ത് കാണാൻ പോകലുമൊക്കെ പലപ്പോഴും ആളുകൾക്കിടയിൽ നിന്നുള്ള സംസാരങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. എത്രയോ ആളുകൾ വന്ന് കണ്ടു, ഇതുവരെ അളിയാക്ക വന്നില്ല, മൂത്താപ്പയുടെ മോനൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന്
ആൾക്കാർ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്കൊന്ന് പൊയ്ക്കൂടെ എന്ന് പറയുമ്പോ മാത്രം രോഗം കാണാൻ പോകാനും മരിച്ചെടുത്ത് പോകാനും ഒക്കെ തയ്യാറാകുന്നുവെങ്കിൽ അത് അള്ളാന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പോക്കല്ല, ജനത്തിന് വേണ്ടിയുള്ള പോക്കാണ്. അതിന് അള്ളാന്റെ അടുക്കലോട്ട് പ്രതിഫലവുമില്ല. മറിച്ച് എപ്പോഴും ഈ ബന്ധങ്ങളൊക്കെ ചേർക്കുമ്പോഴും എന്ത് വേണം? അള്ളാന്റെ പൊരുത്തം ഉദ്ദേശിച്ചിട്ടാവണം, അല്ലെങ്കിൽ അതിന് പ്രതിഫലമൊന്നുമില്ല. ആളുകളെ കാണിക്കാനും ആളുകൾക്കിടയിൽ തൻ്റെ പേരും ആ സീറ്റും തൻ്റെ സ്ഥാനവുമൊക്കെ നിലനിർത്താൻ വേണ്ടി ഒന്നും ആയിരിക്കരുത് ഈ ബന്ധങ്ങളൊക്കെ ചേർക്കുന്നത്. അള്ളാന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. എനിക്ക് അള്ളാന്റെ അടുക്കുന്ന പ്രതിഫലം കിട്ടണം. ഇത് അള്ളാഹ് എന്നോട് കൽപ്പിച്ച കാര്യമാണ്. ഇതിൽ വിഘാതം വരുത്തിയാൽ അള്ളാഹ് എന്നെ ശിക്ഷിക്കും. ആ ഒരു ബോധത്തോടുകൂടെ ആയിരിക്കണം ഇത് ചെയ്യുന്നതൊക്കെ. എല്ലാ കാര്യവും അങ്ങനെ ആയിരിക്കണം. അതുപോലെ തന്നെ അവരെ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കണം. ബന്ധപ്പെട്ട ആളുകൾ മറ്റുള്ളവർ വിളിച്ചാൽ തന്നെയും ക്ഷണം സ്വീകരിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. അതേ അവസരത്തിൽ ബന്ധുക്കളാണ് വിളിക്കുന്നതെങ്കിലോ ഒരു കാരണവും ഇല്ലെങ്കിൽ അല്ലാതെ പോകാതിരിക്കരുത്. പോകാതിരിക്കാൻ തക്ക കാരണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാതെ ആ ക്ഷണം ഒരിക്കലും നിരസിക്കാൻ പാടില്ല. കാരണം മറ്റുള്ള ബന്ധങ്ങളെ പോലെയല്ല. ഈ ഒരൊറ്റ കാരണം മതിയാവും പിന്നെ മരിക്കോളം മിണ്ടാതെ നടക്കാൻ. ഞാൻ വിളിച്ചിട്ട് വന്നില്ല. മറ്റുള്ള ഒരാളുടേതൊക്കെ ചിലപ്പോൾ തേഞ്ഞു മാഞ്ഞാണ് പോവും. ഇതങ്ങനെയല്ല. ഇത് കുടുംബങ്ങളാവുമ്പോ കണ്ടോ, അവൻ വിളിച്ചിട്ട് വന്നില്ലല്ലോ. അവിടെയും നമ്മൾ മനസ്സിലാക്കണം, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കാൻ പറ്റാവുന്നതാണോ എന്ന് പരിശോധിക്കണം. ഇസ്ലാം വിരോധിച്ച ഒരു കാര്യത്തിലേക്ക് ക്ഷണിച്ചാലും ആരാണെങ്കിലും പോകേണ്ടതില്ല. അത് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതല്ലാത്ത നിലക്കുള്ള ഏത് ക്ഷണങ്ങളും മുസ്ലിമേ നമ്മുടെ ബന്ധുക്കൾ വിളിച്ചാൽ പോകാതിരിക്കരുത്. അവരോടൊരിക്കലും മനസ്സിൽ ഒരു അസൂയ വെച്ച് പുലർത്തരുത്. അവരുടെ വളർച്ചയിൽ നമുക്ക് സന്തോഷമല്ലാതെ ഒരിക്കലും അസൂയ വേണ്ട. അവന്റെ കണ്ടില്ലേ, അവൻ എന്റെ ജ്യേഷ്ഠനല്ലേ, എന്റെ അനുജനല്ലേ, അവൻ എന്നേക്കാൾ അങ്ങനെ വലുതാകണ്ട, അതുകൊണ്ട് എനിക്ക് അവനോട് ബന്ധമൊന്നുമില്ല, അവനിപ്പോ വളർന്ന് വലിയ ആളായി. ആ അസൂയ വേണ്ട. ആരാവട്ടെ അസൂയ വേണ്ട. വളരുന്നുവോ സന്തോഷിക്കുകയാണ് വേണ്ടത്. അവരുടെ വളർച്ചയിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. അതേ ആ അർത്ഥത്തിൽ അവരോടൊരിക്കലും മനസ്സിൽ ഒരു പകയും വിദ്വേഷവും വെച്ച് പുലർത്താനേ പാടില്ല. ഇതൊക്കെ നമ്മുടെ കടമകളാ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ കുടുംബങ്ങൾക്കിടയിൽ ആർക്കെങ്കിലും ഇടയിൽ സ്വരച്ചേർച്ചയില്ലെന്ന് കണ്ടാൽ ആ കുടുംബത്തിലെ മെമ്പർമാരുടെ ബാധ്യതയാണ് ആ അകൽച്ച വർദ്ധിക്കാൻ ഇടവരുത്താതെ ഉടനെ പറഞ്ഞ് മസ്ലഹത്താക്കൽ നമ്മുടെ കടമയാണ്. നമ്മുടെ ബന്ധപ്പെട്ട ആൾക്കാർക്കിടയിൽ ആരെങ്കിലും തമ്മിൽ ഏതാനും ആഴ്ചകളായി അകലത്തിലാണ്, അവര് തമ്മിൽ മിണ്ടുന്നില്ല, അവര് തമ്മിൽ ബന്ധമില്ല, എന്താണ് കാരണം എന്നറിയാതെ ഏതെങ്കിലും ഒരു കക്ഷിയുടെ പിന്നാലെ കൂടിയിട്ട് ഏകപക്ഷീയമായിട്ടൊരു ഗ്രൂപ്പിൽ ചേരാതെ രണ്ടു കൂട്ടർക്കും എന്താണ് പ്രശ്നമെന്ന് പഠിച്ച് നിഷ്പക്ഷനായി നിന്നുകൊണ്ട് അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ അത് നമ്മുടെ കടമയാണ്. മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമുണ്ടായാൽ പോലും ഒരു പൊതുവായ നമ്മുടെ കടമയാണതെങ്കിൽ സ്വന്തം ബന്ധുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന സ്വരച്ചേർച്ചയില്ലായ്മക്ക് നമ്മൾ എത്രത്തോളം അതിന്റെ രഞ്ജിപ്പിന് വേണ്ടി ശ്രമിക്കേണ്ടതുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. അത് നമുക്ക് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. അതിനൊക്കെ പുറമെ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിന്റെ ഭാഗമാണ് അവരുടെ നന്മക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അവരിൽ തെറ്റിപ്പോയ കക്ഷികളുണ്ടെങ്കിൽ അവരെ വെറുക്കാതെ, ആ വ്യക്തികളെ വെറുക്കാതെ, റബ്ബേ അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ എന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. അതിലെല്ലാം ഉപരി പ്രിയപ്പെട്ടവരെ അവരെ നന്മയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കലും നമ്മുടെ ബാധ്യതയാണ്. പലരും അവഗണിക്കുന്ന മേഖലയാണ്. തനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടവരോട് ഇസ്ലാമിന്റെ കാര്യം ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത എത്രയെത്ര ബന്ധം ചേർക്കുന്ന ആളുകളാണ്. കുടുംബത്തെ നന്നായി നോക്കുന്നവനാണ്, കുടുംബത്തോട് വലിയ ബന്ധം നിലനിർത്തുന്നവനാണ് എന്നൊക്കെ ആളുകൾ പറയും. പക്ഷേ ഇന്ന് വരെ തന്റെ ബന്ധപ്പെട്ടവരോട് ഒരക്ഷരം ദീന് പറഞ്ഞിട്ടില്ല. നമ്മുടെ കടമ അവസാനിക്കുമോ പ്രിയമുള്ളവരെ? അവസാനിക്കില്ല. നമ്മളെ പരമപ്രധാനമായ ബാധ്യതയാണത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
അല്ലാഹുവിന്റെ പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ട നിമിഷത്തിൽ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി ലോകത്ത് നിയുക്തനായ ആ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഈ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാദ്യം പറഞ്ഞത് ആരോടാണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ലേ? യാ അബതി, എന്റെ പൊന്നു പിതാവേ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എന്റെ പൊന്നു പിതാവേ, കാണാത്ത കേൾക്കാത്ത നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ഇവയെ നിങ്ങൾ എന്തിന് ആരാധിക്കുന്നു? വിഗ്രഹാരാധനയുടെ നിരർത്ഥകത, ആ ശിർക്കിന്റെ ഗൗരവം ആദ്യം പറഞ്ഞത് നാട്ടുകാരോടല്ല, പാപ്പനോടാണ്. പാപ്പനോടാ പറഞ്ഞത്. ബാപ്പാ, നിങ്ങൾക്കറിയാത്ത അറിവ് കിട്ടിയിട്ടാണ് ഈ മോന് സംസാരിക്കുന്നത്. യാ ബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഇനി അഹ്ദിക സിറാതൻ സവിയാ. എന്റെ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങൾക്ക് കിട്ടാത്ത അറിവെനിക്ക് കിട്ടുന്നുണ്ട്, എനിക്കല്ല വഴി തരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാപ്പയോട് ഈ മോന് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഫത്തബിഇനി, ഞാൻ പറയുന്നത് എന്റെ ഉപ്പ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് എന്നെ പിൻപറ്റി ജീവിക്കണം. അഹ്ദിക സിറാതൻ സവിയാ, നേരിന്റെ മാർഗത്തിലേക്ക് ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. ആ മകന്റെ ആഗ്രഹം ബാപ്പനോട് ആദ്യം പറയുന്നത്. ബാപ്പാ, നിങ്ങൾ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, യാ ബത്തി ഇന്നി അഖാഫു അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാന്റെ ശിക്ഷ എന്റെ ബാപ്പയെ പിടികൂടുമല്ലോ എന്ന പേടി കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കണ്ടോ, ലോകത്തുള്ള ആളുകളൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാളും നരകത്തിലുള്ളവര് ചാടുന്നതിൽ ഏറ്റവും പേടി വേണ്ടത് നമ്മുടെ ഉറ്റവരുടെ കാര്യമല്ലേ, ബാപ്പയുടെ കാര്യമല്ലേ, ഉമ്മയുടെ കാര്യമല്ലേ, ബന്ധുക്കളുടെ കാര്യമല്ലേ? പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ കൃത്യമായി പഠിപ്പിച്ചത് കണ്ടില്ലേ? ഇന്നി അഖാഫു അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൽ നിന്നുള്ള ശിക്ഷ നിങ്ങൾക്ക് വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പാ. അതുകൊണ്ടാണ് നിങ്ങൾ ശൈത്താൻ അനുസരിച്ച് മുന്നോട്ട് പോകല്ലേ എന്ന് ആദ്യം പറഞ്ഞത് ബാപ്പനോടാണ്. അല്ലേ? ഭാരതന്മാരുടെ ചരിത്രതല്ലേ? അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ താവഴിയിൽ വന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു എന്താ കൽപ്പിച്ചത്? വഅൻദിർ അശീറതകൽ അഖ്റബീൻ. ഓ മുഹമ്മദ് നബിയേ, നിങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബങ്ങളോട് പറയൂ, ഏറ്റവും അടുത്ത കുടുംബങ്ങൾക്ക് താക്കീത് കൊടുക്കൂ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു നിർദ്ദേശിക്കുകയാണ് ഇസ്ലാമിനെ കുറിച്ച് ആദ്യം കുടുംബക്കാരോട് പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബൽ അബീ ഖുബൈസിന്റെ താഴ്വരയിലുള്ള സഫാ കുന്നിന്റെ മുകളിൽ വെച്ച് വിളിച്ചു. കുടുംബക്കാരെ ഒക്കെ പേരെടുത്ത് വിളിച്ചു. കേട്ടവര് കുന്നിന്റെ മുകളിലേക്ക് ഓടി. മുഹമ്മദാ വിളിക്കുന്നത്, എന്തെങ്കിലും കാര്യമില്ലാതെ വിളിക്കൂല എന്നും പറഞ്ഞ് എല്ലാവരും സഫാ കുന്നിന്റെ മുകളിലേക്ക് എത്തി. കൂട്ടത്തിൽ പിതൃവ്യനായ ബാപ്പയുടെ സഹോദരനായ അബൂ താലിബ് അബൂ ലഹബ് ഉണ്ട്. അയാളും വേച്ച് വന്നിട്ടുണ്ട്. എല്ലാവരും വന്നെന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സത്യം അവിടുന്നാണ് പറഞ്ഞു. ഈ സത്യം തന്റെ കുടുംബങ്ങളോടങ്ങ് പറഞ്ഞപ്പോ ആദ്യം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കിയിട്ട് തെറി പറയുന്ന ഉദ്ഘാടനം നിർവഹിച്ച നേതാവ് അബൂലഹബ് എന്ന കടുത്ത മുശ്രിക്കാണ്. അബൂലഹബാണെങ്കിൽ റസൂലുള്ളാന്റെ ബാപ്പന്റെ സഹോദരനല്ലേ, പിതൃവ്യനല്ലേ? അയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ തുടങ്ങി, തലറാൻ തുടങ്ങി, തബ്ബൻ ലക അലിഹാദാ ജമഅതനാ. ഓ മുഹമ്മദേ, നീ തുലഞ്ഞു പോകട്ടെ, നീ നശിച്ചു പോകട്ടെ. ഇത് പറയാനാണോ കുന്നുംപുറത്തേക്ക് ഞങ്ങളെ നീ വിളിച്ചുകൂട്ടി കുടുംബസംഗമം വിളിച്ചത്? അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബസംഗമം വിളിച്ചത് ആദ്യമായിട്ട്. എന്നിട്ട് ദീനാണ് പറഞ്ഞു കൊടുത്തു. പറഞ്ഞപ്പോൾ പറഞ്ഞു, പേടാ, നമ്മുടെ നാട്ടിലെ പറയുന്നു, ഒരു ശപിക്കൽ, തൊലഞ്ഞു പോകട്ടടാ നീ. ആ ചരിത്രം ലോക മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾ അതാ ഓതുകയാണ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്.
അബൂലഹബിന്റെ ഇരു കരങ്ങളും തൊലഞ്ഞു പോകട്ടെ, നശിച്ചു പോകട്ടെ. അവൻ തന്നെയും നശിച്ചുപോയി. അവന്റെ സമ്പത്തോ അവന്റെ സന്താനങ്ങളോ അവന് ഉപകരിച്ചില്ല. നരകമാണ് അവനും അവന്റെ കുടുംബത്തിനും ഭാര്യക്കുമുള്ളത് എന്ന ആശയം വരുന്ന സൂറത്തുൽ ലഹബ് അല്ലെങ്കിൽ മസദ് ആദ്യമായിട്ട് അവതരിക്കാൻ കാരണം എന്താ? ഇതാ സംഭവം. കുടുംബസംഗമത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. നമ്മൾ ഇന്ന് വരെ പറഞ്ഞോ? നമ്മൾ നമ്മുടെ ബന്ധുക്കളോട് പറഞ്ഞു, നാട്ടിൽ ലീവിന് പോവുകയാണെങ്കിൽ എത്ര ആളുകളെ നമ്മൾ കാണുന്നുണ്ട്? ആരോടെങ്കിലും ഇന്ന് വരെ ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചോ? ബന്ധപ്പെട്ടവരോട് പറയാൻ നമുക്ക് താല്പര്യമുണ്ടായപ്പോ അവര് വെറുത്തെങ്കിലോ, അവര് എന്നോട് പിണങ്ങിയെങ്കിലോ, അവർക്കിടയിൽ എനിക്കുള്ള സ്ഥാനം പോയെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് ദീന് പറയാതെ പലപ്പോഴും തിന്മകളുടെ കൂടികളായി നമ്മൾ മാറിയില്ലേ? അനിസ്ലാമികമായ കാര്യങ്ങൾ നടക്കുന്ന വേദികളിൽ നിശബ്ദരായി പോയി. അവിടെ നമ്മൾ കൂടിക്കൊടുക്കുകയാണ്, ഒരക്ഷരം പറയാതെ അതിന്റെ അനുകൂലിയായി പോവുകയാണ്. എന്ത് തിന്മ വീട്ടിൽ, എന്ത് കൂത്താട്ടം നടന്നാലും, ഏത് സദ്യയുടെ പേരിൽ, ഏതാഘോഷത്തിന്റെ പേരിൽ, എന്ത് രൂപത്തിലുള്ള തോന്യാസങ്ങൾ നമ്മളെ കുടുംബത്തിൽ അരങ്ങേറിയാലും അതൊക്കെ തെറ്റാണെന്നറിയുന്ന നമ്മൾ അതിൽ കൂടിക്കൊടുക്കുന്നു. എന്തിന്? അവരുടെ പ്രീതി നേടാൻ, അവരിൽ നിന്ന് പിണക്കം ഭയപ്പെട്ടുകൊണ്ട്. ഇങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിച്ചത്? നമ്മുടെ ബന്ധം ചേർക്കലിൽ ഏറ്റവും പരമപ്രധാനമാണ് നമ്മൾ അറിയിച്ചു കൊടുക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തിട്ട് കേട്ടോളണമെന്നൊന്നുമില്ല. കാരണം ഹിദായത്തിലാക്കാൻ ഏത് കുടുംബത്തോട് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. അത് അള്ളാഹ് തന്നെ വിചാരിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യനല്ലേ, ബാപ്പയുടെ മറ്റൊരു സഹോദരനായിരുന്നില്ലേ അബൂ താലിബ്? ജീവിതത്തിൽ മക്കാ രാജ്യത്ത് ജീവിക്കുമ്പോ അവിടുത്തേക്ക് എത്ര വലിയ സഹായങ്ങൾ ചെയ്തു കൊടുത്ത വ്യക്തിത്വമാണ്. പക്ഷേ ഒരിക്കൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കൂട്ടാക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണയാണ് പറഞ്ഞു കൊടുത്തത്? പ്രിയപ്പെട്ട പിതൃവ്യനെ വിളിച്ചുകൊണ്ട് എത്ര തവണയാണ് ആവശ്യപ്പെട്ടത്? മുസ്ലിം ആകണേ. അയാൾ കേൾക്കാൻ തയ്യാറായില്ല. അവസാനം മരിക്കാൻ കിടക്കുന്ന നേരത്ത് പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്, യാ അമ്മി, എന്റെ പ്രിയപ്പെട്ട പിതൃവ്യാ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണേ എന്ന് ആ സമയത്ത് പോലും ദഅവത്ത് നടത്തിയിട്ടുണ്ട്. പക്ഷേ അയാൾ അതൊന്നും പറയാൻ തയ്യാറാവാതെ കാഫിറായിക്കൊണ്ട് മരിച്ചുപോയി. അപ്പൊ കുടുംബങ്ങളോട് നമ്മൾ പറഞ്ഞിട്ട് അവർ ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല, പക്ഷെ പറയൽ നമ്മുടെ ബാധ്യതയാണ്. നീ പറഞ്ഞിട്ട് നിന്റെ കുടുംബത്തിലെ എത്ര മെമ്പർമാരെ നിനക്ക് നന്നാക്കാൻ പറ്റിയെന്ന് അല്ലാഹ് ചോദിക്കൂല. അതൊരു നബിയോടും ചോദിക്കൂല, ഒരാളോടും ചോദിക്കൂല. അതേ അവസരത്തിൽ നിന്റെ ബന്ധപ്പെട്ടവരോട് നീ എത്ര ആളോട് ഈ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? അത് നേർക്ക് നേരെ പറയാൻ കഴിയോ? അങ്ങനെ പറയാ. ഒരു CD കൊടുത്തിട്ട് കേൾക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിയൂ? അങ്ങനെ ചെയ്യാം. ഒരു വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് കൊടുത്തിട്ടാണോ? അങ്ങനെ ചെയ്യാം. എങ്ങനെയാണോ നിങ്ങൾക്കൊരു സന്ദേശം ഒരാൾക്ക് എത്തിക്കാൻ കഴിയുക അത് നിങ്ങൾ എത്തിക്കുക. അവര് കേട്ടോ കേട്ടില്ലേ അതൊക്കെ അള്ളയാ തീരുമാനിക്കുന്നത്. ഇനി കേട്ടാൽ തന്നെ അവർക്ക് വല്ല മാനസാന്തരവും ഉണ്ടായോ അള്ളയാണ് തീരുമാനിക്കുന്നത്. വകുപ്പില്ല, നമുക്ക് ഒരു നിവൃത്തിയുമില്ല. മഹാനായ ഇബ്രാഹിം നബി ബാപ്പയോട് എത്രയാണ് ഉപദേശിച്ചത്? കാഫിറായിട്ടല്ലേ അയാളും മരിച്ചുപോയത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മകനോട് എത്രയാണ് ഉപദേശിച്ചത്? കാഫിറായിട്ടല്ലേ ആ മകൻ മുങ്ങിച്ചത്തത്. മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ഫറോവയോട് എത്രയാണ് ഉപദേശിച്ചത്? ആ ഫറോവയുടെ മർദ്ദനമേറ്റിട്ടല്ലേ ബീവി മരിച്ചുപോയത്. ലൂത്ത് നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാമും ഭാര്യമാരോട് എത്രയാണ് ഉപദേശിച്ചത്? അവര് വിശ്വാസികളായിട്ടില്ലല്ലോ. അങ്ങനെ എത്രയെത്ര ആളുകള്. പക്ഷേ നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിച്ചേ പറ്റൂ. അത് നമ്മൾ നിർവഹിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അത് അവരോടുള്ള സ്നേഹമാണ്, അവരോടുള്ള സ്നേഹം. കുടുംബങ്ങള് രോഗികളായാൽ നമുക്ക് വേദന ഉണ്ട്, അവര് കഷ്ടപ്പെടുമ്പോ വേദന ഉണ്ട്. അവര് നരകത്ത് പോകുന്നത് വേദന ഇല്ലാതെ വരാൻ പാടുണ്ടോ? അവര് നരകത്തിലോ സ്വർഗത്തിലോ എവിടെയായാലും വേണ്ടില്ല, അതെനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹം ആത്മാർത്ഥമല്ലെന്നാണ് അർത്ഥം. കത്തിയാളുന്ന നരകത്തിയിൽ അവർ പ്രവേശിക്കുന്നവരെ പ്രവൃത്തിയിൽ അവരുണ്ടെങ്കിൽ അത് തെറ്റാണ് സഹോദരാ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും ശരി, ഞാൻ എന്റെ കടമ നിർവഹിക്കുന്നു എന്ന നിലക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ആണായിരുന്നാലും പെണ്ണായിരുന്നാലും നമുക്കുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതല്ലാതെ കുടുംബ ബന്ധം ചേർക്കുന്നവനാണെന്ന് നാട്ടുകാർക്കിടയിലും കുടുംബത്തിനിടയിലും എനിക്ക് നല്ല പേര് കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ സഹായിക്കും, മകമഴിയും പോകുമ്പോഴൊക്കെ കാണും, ചിരിക്കും, വർത്താനം പറയും,
പറയും. പക്ഷേ ദീന് മാത്രം മിണ്ടൂല എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കടമ നിറവേറ്റി എന്ന് നമുക്ക് ആശ്വസിക്കാനാവില്ല. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മുടെ കടമയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഒരു കാരണവശാലും കുടുംബങ്ങളുടെ ബന്ധം മുറിക്കാൻ ഒരാൾക്കും നിമിത്തമാകരുത്. ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ വിവാഹത്തിലൂടെ ബന്ധങ്ങൾ നമുക്ക് ഏറെയേറെ ഉണ്ടാവുകയാണ്. പലപ്പോഴും അതെ, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവിന്റെ ഉമ്മയുണ്ടവിടെ, ഉപ്പയുണ്ടവിടെ. അത് അമ്മായിമ്മ എന്നൊക്കെ പേര് പറഞ്ഞാലും അത് നിന്റെ ഉമ്മയുടെ സ്ഥാനത്താണ്, ഉപ്പയുടെ സ്ഥാനത്താണ്. അതുപോലെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ ഉമ്മ അമ്മായിമ്മ എന്ന് പറഞ്ഞാലും ഏത് മറ്റു പേരിൽ അറിയപ്പെട്ടാലും സ്വന്തം ഉമ്മയെപ്പോലെ ഉപ്പയെപ്പോലെ അവിടുത്തെ മാതാപിതാക്കൾ ഭർത്താവിനും ബാപ്പയും ഉമ്മയുമാണ്. ഇവിടുത്തെ ഉമ്മയും ഉപ്പയും ആ ഭാര്യക്കും ഉമ്മയും ഉപ്പയുമാണ്. ആ ബന്ധം പലപ്പോഴും നിലനിർത്താൻ കഴിയണം. നാത്തൂന്മാരുണ്ടാകും, അഥവാ തന്റെ ഭർത്താവിന്റെ സഹോദരിമാര്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അത് തന്റെ അനിയത്തിമാരാണ്, അതല്ലെങ്കിൽ ജ്യേഷ്ഠത്തിമാരാണ്. ആ നിലക്കവരെയും കാണേണ്ട രൂപത്തിൽ കാണേണ്ടതുണ്ട്. അതേ അവസരത്തിൽ ഭർത്താവിന്റെ സഹോദരന്മാർ, ആ ഭർത്താവിന്റെ സഹോദരന്മാരെയും താൻ ബഹുമാനിക്കേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതെന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠനാണ്, എന്റെ ഭർത്താവിന്റെ അനുജനാണെന്ന നിലക്ക് ബന്ധങ്ങൾ നമ്മൾ കാണുമ്പോ അന്യരാണെന്ന കാര്യം മറന്നു പോകാനും പാടില്ല. ഒരന്യരാണ്. അന്യരെന്ന് പറഞ്ഞ ആരാണെന്ന് ഞാൻ ഒരു ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിക്കൽ അനുവദനീയമാകുന്ന ഒരാണും പെണ്ണുമായ അവർ അന്യരാണ്. എന്നാലോ ഇവർ ഈ അർത്ഥത്തിൽ തന്റെ ഭർത്താവിന്റെ ബന്ധുക്കളുമാണ്. അവരുടെ മുമ്പിൽ പാലിക്കേണ്ടുന്ന മര്യാദകളുണ്ട്, അത് പാലിക്കണം. ഇസ്ലാമികമായ വേഷവിധാനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ പലപ്പോഴും അമ്മായിമ്മ മരുമക്കൾ, മക്കൾ മരുമക്കൾ, അമ്മായിമ്മ പോര്, ഇത് നാട്ടിലൊരു പ്രയോഗം തന്നെയാണ്. അമ്മായിയമ്മ ഒരു സ്ഥലത്ത് മരുമകളായി ചെന്നവളാകും. അന്ന് ചില പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. പകരം വീട്ടാൻ കാത്തിരിക്കൽ ഇനിയൊരു മരുമകൾ വരട്ടെ എന്നാണ്. അങ്ങനെ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും കുറവ് വന്നെങ്കിലും ഇന്നുമുണ്ട് ആ സംസാരങ്ങൾ. അങ്ങനെയല്ല കാണേണ്ടത്. അതുപോലെ തന്നെ ഒരു ഭർത്താവ് വളരെ തന്ത്രപരമായി ഇടപെടേണ്ടതുണ്ട്. കാരണം താനൊരു വിവാഹം കഴിച്ച് തന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവരുമ്പോ ഉമ്മയുടെയും തന്റെ പെങ്ങന്മാരുടെയും മനസ്സിൽ ചില അസ്വസ്ഥതകളും മംഗലാപ്പുകളും ആശങ്കകളും ഒക്കെ പൊട്ടുമുളക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. അതെന്താ? ഇത്രകാലം എന്റെ മോനായിട്ട് അറിയപ്പെട്ടിരുന്ന അവൻ ഇപ്പൊ ഒരു പുതിയ ബന്ധം സ്ഥാപിച്ച് അവള് മതിയോ, ഇപ്പൊ എന്നെ വേണ്ടാതായോ എന്ന് ഉമ്മക്ക് ഇങ്ങനെ തോന്നിത്തുടങ്ങും. പ്രകടിപ്പിക്കൊന്നും വേണ്ട, സ്വാഭാവികമായിട്ട് ഉമ്മാരെ മനസ്സിൽ ഇങ്ങനെ തോന്നും. ഇതുവരെ എന്റെ ഉമ്മാന്ന് ഒപ്പം നടത്തിയത് കണ്ടോ, കല്യാണം കഴിഞ്ഞപ്പോഴേക്ക് നിറം മാറ്റം തുടങ്ങി. ചില ഉമ്മാർക്ക് ഇങ്ങനെ തോന്നും. അത് ഈ പെൺകുട്ടിനോടും തോന്നും. കണ്ടോ, ഇവളെ തലയണമന്ത്രാണ് ഇപ്പൊ നിന്നിൽ നിന്ന് അകറ്റുന്നത് എന്ന് ഉമ്മാക്കും തോന്നും. ഇങ്ങനെ പലരെയും തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ വരുമ്പോ വളരെ ഹിക്മത്തോടുകൂടി അവിടെ ആണും പെണ്ണും ഇടപെടേണ്ടതുണ്ട്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉമ്മ എന്ന നിലയ്ക്ക് ഏറ്റവും പരമപ്രധാനമാണ്. ഉമ്മാനെ ഒഴിവാക്കാൻ പറ്റൂല. അതേ അവസരത്തിൽ ഭാര്യ എന്ന നിലക്കും പ്രധാനമാണ്. രണ്ടു കൂട്ടരോടും കടമയുണ്ട്. ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് ഒരാളോട് അനീതി കാണിക്കരുത്. ഉമ്മന്റെ വാക്ക് കേട്ടിട്ട് ഭാര്യയെ തെറ്റിദ്ധരിക്കരുത്. ഉമ്മയുടെ വാക്ക് കേട്ടിട്ട് ഭാര്യയെ തലാക്ക് ചെല്ലാൻ മുതിരരുത്. ചിലരുണ്ട്, എന്റെ ഉമ്മ പറഞ്ഞാൽ ഞാൻ അതിൽ അപ്പുറമൊന്നുമില്ല. ഉമ്മ പറഞ്ഞ എല്ലാം സ്വീകരിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല, ഉപ്പ പറഞ്ഞ എല്ലാം സ്വീകരിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതെന്താ? എവിടെയും ഒരു തത്വം നമ്മൾ മറക്കരുത്. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി. ഖാലിഖായ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിക്കാൻ പാടില്ല. ഒരു കാരണമല്ല, ഉമ്മന്റെ ഒരു വാശിയാണ് അവളെ ഒഴിവാക്കണം, അല്ലെങ്കിൽ എന്റെ മകനല്ല എന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ അവളെ ഒഴിവാക്കുക എന്ന് പറയാൻ പാടുണ്ടോ? പാടില്ല, അത് പാടില്ല. അവിടെയൊക്കെ മനസ്സിലാക്കണം എന്താ കാരണം. തന്ത്രപരമായി ഇടപെടാൻ കഴിയണം. ഉമ്മന്റെ വാക്ക് കേട്ടിട്ട് ഭാര്യനോടും തെറ്റണ്ട. ഭാര്യയുടെ കത്തും ഫോണും വാട്സാപ്പും ഒക്കെ ഇങ്ങനെ കേട്ട് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് കാണിച്ചു തരാ എന്നുള്ള മറ്റൊരു നാട്ടിലാണ്ട് എത്തട്ടെ എന്ന് ഉമ്മാനോട് അങ്ങനെ മുഖം കാണിക്കണ്ട. ഉമ്മയാണ്, ഭാര്യയാണ്. രണ്ടു കൂട്ടരോടുമുണ്ട് അവകാശങ്ങൾ. രണ്ടും തകരരുത്. രണ്ടും തകരാതെ കൊണ്ടുപോകണം. ഇസ്ലാമികമായ നിയമങ്ങൾ അവിടെ പാലിക്കണം. അവിടെയാണ് എന്ത് ചെവിക്കൊള്ളേണ്ടത്. ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് പെട്ടെന്ന് ചാടിക്കയറി നടപടിയെടുക്കരുത്. ആലോചിക്കണം, പരിശോധിക്കണം. ഈ പറയുന്നതിൽ വല്ല കാമ്പുമുണ്ടോ? എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ?
ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ വസ്തുത എന്താണ്? രണ്ടു കൂട്ടരെയും ഒരുമിച്ചിരുത്തിയിട്ട് ചർച്ച ചെയ്യണം. ഇത് അതിനൊന്നും സമയം കാണാതെ ഒരു ഫോൺ കോൾ വരുമ്പോഴേക്ക്, ഒരു മെസ്സേജ് വരുമ്പോഴേക്ക് തെറ്റിദ്ധരിച്ചു, ഭാര്യയോട് വെറുത്തു, അല്ലെങ്കിൽ ഉമ്മാനെ വെറുത്തു, അല്ലെങ്കിൽ ഭാര്യയോട് മിണ്ടാതായി, അല്ലെങ്കിൽ ഉമ്മാനോട് മിണ്ടാതായി. ഇതൊന്നും പാടില്ല. എല്ലാവരോടും ഉണ്ട് കടമ. ഉമ്മ പറയുന്നത് ഉമ്മയുടെ ഭാഗം, ഭാര്യ പറയുന്നത് ഭാര്യയുടെ ഭാഗം. ഏതാ ഇതിലെ വസ്തുതകൾ എന്ന് നിഷ്പക്ഷമായി പരിശോധിക്കണം. ഉമ്മ പറയുന്നത് എന്റെ ഉമ്മനോട് അങ്ങനെ പറയൂ എന്നൊന്നും ആരും കണ്ണടച്ച് വിശ്വസിക്കണ്ട. പരിശോധിക്കണം. എന്റെ ഭാര്യനോട് സത്യേ പറയൂ എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട, പരിശോധിക്കണം. ചില കാര്യങ്ങളിൽ അങ്ങനെയാണ്, അത് വേണം. അല്ലെങ്കിൽ എന്താ, ബന്ധങ്ങൾ മുറിയാൻ ഒരാളുടെ വാക്കുകൾ കാരണമാവരുത്. കല്യാണ മന്ത്രം നടത്തിയിട്ട് കുടുംബങ്ങൾ തമ്മിൽ തല്ലിക്കുക. പെട്ടെന്ന് കുടുംബാംഗങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ചില പെണ്ണുങ്ങൾ ഒരുങ്ങും. അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും. സൂക്ഷിക്കണം. ഒരാളുടെയും വാക്ക് കേട്ടിട്ടൊരു ബന്ധങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. ചിലപ്പോൾ ഭർത്താവിന്റെ വീട്ടുകാർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ചിലപ്പോൾ ഭാര്യയ്ക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. അവർ വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ പ്രയാസങ്ങളും ഇടങ്ങേറുകളും വന്നാൽ അവരോട് നല്ലൊരു മുഖത്തിൽ പെരുമാറാതെ, അവരെ നല്ല നിലക്ക് സ്വീകരിക്കാതെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടായാൽ പിന്നെ അവരിങ്ങോട്ട് വരൂല. തിരിച്ചുമുണ്ടാകാം. ഭാര്യയുടെ കുടുംബങ്ങളുടെ എന്ത് കാര്യം പറഞ്ഞാലും ഭർത്താവ് ദേഷ്യം പിടിക്കും. അതേ അവസരത്തിൽ തന്റെ കുടുംബങ്ങളുടെ കാര്യം പറയുമ്പോഴോ എല്ലാം ചെയ്തു കൊടുക്കും. അതും പറ്റൂല. രണ്ട് കൂട്ടരോടും നമുക്ക് കടമയുണ്ട്. അവളുടെ ഭാര്യയും അവളുടെ ഉപ്പയും അവളുടെ ഉമ്മയും തന്നെ സംബന്ധിച്ചിടത്തോളം ഉമ്മയുടെയും ഉപ്പയുടെയും സ്ഥാനമാണ്. അതുപോലെ തന്നെ അവൾക്ക് എന്റെ ഉപ്പയും ഉമ്മയും ഉമ്മയുടെയും ഉപ്പയുടെയും സ്ഥാനമാണ്. അതുകൊണ്ട് രണ്ടു കൂട്ടരോടും തനിക്ക് കടമയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ പല രൂപത്തിലുള്ള ഈഗോകളും, അതുപോലെ തന്നെ നുണയും കെണിയും തെറ്റിദ്ധാരണകളും ഊഹങ്ങളും എത്രയെത്ര കുടുംബങ്ങളെയാണ് തമ്മിൽ അകറ്റിയത്. എത്ര കുടുംബങ്ങളാണ് പരസ്പരം കണ്ണീരിലായത്. എത്ര ബന്ധങ്ങളാണ് വഷളായത്. എന്താ കാരണം? ചില തെറ്റിദ്ധാരണകൾ, ചില ഊഹങ്ങൾ. മനസ്സ് തുറന്ന് സംസാരിക്കാൻ തയ്യാറായില്ല. കേൾവിയുടെയും ഊഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ പെരുമാറി ബന്ധങ്ങൾ, ഊഷ്മളമായി നിലനിന്നിരുന്ന ബന്ധങ്ങൾ മുറിഞ്ഞുപോയി. അങ്ങനെ ബന്ധം മുറിക്കാൻ ആരെങ്കിലും മനഃപൂർവ്വം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അവർക്കാണ് ഈ പറഞ്ഞ നരകം. ഉലൈക ലഹുമുൽ ലഅന, അവർക്കാണ് ശാപം. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. വളരെ ഗൗരവമാണ്. അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ? ഈ അമ്മായിമ്മ പോരും നാത്തൂം പോരും ഇങ്ങനെയൊക്കെയുള്ള ഇളയച്ചി മൂത്തച്ചി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. അതായത് ജ്യേഷ്ഠന്റെ ഭാര്യക്ക് മൂത്തച്ചി എന്ന് പറയും, അനുജന്റെ ഭാര്യക്ക് ഇളയച്ചി എന്ന് പറയും. ഞാൻ ഏട്ടൻ പുതിയാപ്പിള, അനിയൻ പുതിയാപ്പിള, അവരുടെ ഭാര്യമാര്, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഒരു കുടുംബത്തിലുണ്ടാകും. പക്ഷേ അതൊക്കെ തന്ത്രപരമായി ഹിക്മത്തോടെ കൈകാര്യം ചെയ്യണം. ഒരു ബന്ധങ്ങൾ മുറിയാനിടവരരുത്. അത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. നിലനിർത്തണം. ഇനി നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ സാധാരണ പലപ്പോഴും പറയും ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുണ്ട്, അതാ ഞാന്. വലിയ മഹത്വവും പോരിശയായിട്ട് നമ്മൾ പറയണതാണ്. എന്നോട് ഇങ്ങോട്ടെങ്ങനെ, അങ്ങോട്ടാണ് ഞാനും. ഒരു പാലിട്ടാൽ നമുക്ക് കുറേ തത്വങ്ങളുണ്ട്, നമ്മൾ പഠിപ്പിച്ച കുറേ തത്വങ്ങൾ. ഒരു പാലമിട്ടാൽ ഇങ്ങോട്ടും അങ്ങോട്ടും കടക്കാലോ. എന്താ ഒരു വൺ വേ ട്രാഫിക്, എന്തോ ഒരു വൺ വേ മാത്രം, അത് പറ്റൂല. ഞാൻ കല്യാണത്തിന് വിളിച്ചിട്ട് അയാൾ വന്നില്ലല്ലോ, അയാൾ കല്യാണത്തിന് ഞാനും പോകില്ല. ഞാൻ രോഗിയായിട്ട് ഇവിടെ കടന്നിട്ട് അയാൾ വന്നില്ലല്ലോ, എനിക്കെന്താ അയാളെ കാണാൻ പോണെന്ന്. ഇതൊന്നുമല്ല ബന്ധം ചേർക്കൽ. അതിന് ബന്ധം ചേർക്കാന്ന് പറയില്ല, പകരത്തിന് പകരം ചെയ്യാണ്. അതിലൊരു വലിയ മഹത്വമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസൽ വാസിലു ബിൽ മുകാഫി, പകരത്തിന് പകരം ചേർക്കുന്നവൻ ബന്ധം ചേർക്കുന്നവനല്ല. വലാകിന്നൽ വാസിൽ, മറിച്ച് ബന്ധം ചേർക്കുന്നവനെന്ന് പറഞ്ഞാൽ ആരാണെന്നോ? അല്ലദീ ഇദാ ഖുതിഅത് റഹിമുഹു വസലഹാ, ബന്ധങ്ങൾ എവിടെയൊക്കെ മുറിക്കപ്പെട്ടുവോ അവിടെ ചേർക്കുന്നവനാണ്. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോടും അങ്ങോട്ട് ബന്ധം ചേർക്കുക, അതാണ് വേണ്ടത്. ചില ആൾക്കാരെ നമ്മൾ എത്ര ആണ്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചാലും ഫോൺ വിളിച്ചാൽ ഫോൺ കട്ടാക്കും, എന്തേലും പറഞ്ഞ ദേഷ്യം പിടിക്കും. ആദർശത്തിന്റെ പേരിൽ ഉണ്ടാവും അങ്ങനെ. നിവൃത്തിയൊന്നുമില്ല. മരിച്ചാലും എനിക്ക് അവനെ കാണണ്ട, എന്താ വഹാബിയാണ്, കാണണ്ട. നമ്മളെന്നാലും ഇടക്ക് എപ്പോഴെങ്കിലും ഒക്കെ. പക്ഷെ തീരെ പിന്നെ വിളിക്കണ്ട, വിളിച്ചു പോകരുത്, ആക്രമിക്കും, പ്രയാസാവും എന്നൊക്കെ തോന്നിയാൽ പിന്നെ മിണ്ടണ്ട. ഇവിടെ ബാധ്യത നമ്മൾ അവസാനിച്ചു. അതല്ലാത്ത നിലക്കുള്ള ഏത് ആശയക്കാരാവട്ടെ ആരാവട്ടെ, ബന്ധങ്ങളൊക്കെ നമ്മൾ നിലനിർത്തണം. ബന്ധങ്ങൾ നിലനിർത്തണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇങ്ങോട്ട് ബന്ധമില്ലേ, എന്നാലും ബന്ധം ചേർക്കാൻ ശ്രമിക്കുക.
നമ്മൾ വിളിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാരെ വിളിച്ചാൽ അവരുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ പറയുന്നത് ഞാൻ ഇവിടെ എല്ലാവരും അയ്യോ ഫോൺ എടുത്തോ പറയും. സംസാരിക്കാൻ നമ്മളോട് താല്പര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ വിളിക്കാതിരിക്കണ്ട, എന്നാലും വിളിക്കുക. അയാളവിടെ ഉള്ള നേരായിക്കോട്ടെ, വേണ്ട അയാളവിടെ വേണ്ട, വേറൊരാളെങ്കിലും ഫോൺ എടുക്കുന്നില്ലേ, വിവരങ്ങൾ അറിയാം, ഇടയ്ക്ക് പോവുക, അന്വേഷിക്കുക, നമ്മളെ കൊണ്ട് എന്തെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ സഹായിക്കുക, സഹകരിക്കുക, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, ഇങ്ങനെയൊക്കെ നിലനിർത്താലോ, അങ്ങനെയൊക്കെ നിലനിർത്താം. അപ്പോ ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുമുണ്ട് എന്ന നയം വാസ്തവത്തിൽ കുടുംബബന്ധം ചേർക്കലല്ല, അതിനല്ല മഹത്വം. മറിച്ച് ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും അങ്ങോട്ട് ബന്ധം നിലനിർത്തലാണ് ഏറ്റവും പരമപ്രധാനമായത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ചില ബന്ധുക്കളുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? ഞാൻ അവരോട് ബന്ധം ചേർക്കും, അവരെന്നോട് ബന്ധം മുറിക്കും. ഞാൻ അവർക്ക് നന്മ ചെയ്തു കൊടുക്കും, അവരെന്നോട് മോശമായിട്ടേ എപ്പോഴും പെരുമാറും. ഞാൻ അവരിൽ നിന്നുണ്ടാകുന്നതൊക്കെ വിവേകത്തോടെ ഞാൻ ക്ഷമിക്കും, സഹിക്കും. പക്ഷെ അവരെപ്പോഴും എന്നോട് നെറുകേടേ ചെയ്യൂ. ഞാൻ എന്ത് ചെയ്യണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ പറഞ്ഞതുപോലെയാണ് താങ്കളുടെ കാര്യമെങ്കിൽ താങ്കൾ അവർക്ക് ചുടുവെണ്ണീറാണ് തീറ്റിക്കുന്നത്. സാധാരണ വെണ്ണീർ വായിലിട്ടാൽ തന്നെ നീറ്റിലുണ്ടാവും. ചൂടുള്ള വെണ്ണീറാണെങ്കിലോ അത്ര വലിയ രൂപത്തിലുള്ള ഒരു ശിക്ഷയപ്പങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. കാരണം എന്താ? ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് നിങ്ങൾ ഇനിയും ബന്ധം ചേർക്കുന്നില്ലേ? അത് വാസ്തവത്തിൽ അവർക്ക് ശിക്ഷയായിട്ടാ വരാൻ പോകുന്നത്. നിങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല, നിങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല. നിങ്ങൾ നിർത്തിവെക്കരുത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുകയാണ്, വലാ യസാലു മഅക മിനല്ലാഹി ലഹീറുൻ അലൈഹിം മാ ദുംത അലാ ദാലിക. താങ്കൾ ഈ സ്വഭാവത്തിൽ നിലനിൽക്കുന്ന കാലമത്രയും നിങ്ങളോടൊപ്പം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യേക സഹായി ഉണ്ടാകും. അല്ലാഹുവിന്റെ ഒരു പ്രത്യേക കാവലും എനിക്ക് വേണ്ടി ദ്വാരക്കുന്ന ഒരു പ്രത്യേക മലക്കും സഹായിയും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വക രൂപത്തിലുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ ശരിക്കും പഠിക്കുകയും മനസ്സിലാക്കുകയും യഥാർത്ഥത്തിൽ കൃത്യമായി ആരെ സംബന്ധിച്ചും ഒരു തെറ്റായ ധാരണകൾ നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ അനുവദിക്കാതെ, ഊഹങ്ങളുടെ പിന്നാലെ പോകാതെ കൃത്യമായി എന്താണ് യഥാർത്ഥത്തിൽ തൻ്റെ ബന്ധുക്കൾ എവിടെയൊക്കെയുണ്ട് അതൊക്കെ നമ്മൾ കാണാനും പോകാനും, ഇനി പോകാനും കാണാനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഒരു അന്വേഷണം നടത്താനെങ്കിലും ആ ബന്ധങ്ങളൊക്കെ നിലനിർത്താനും, അതോടൊപ്പം നമ്മുടെ മക്കൾക്കൊക്കെ അത് പരിചയപ്പെടുത്തി കൊടുക്കണം. നാട്ടിലൊക്കെ പോയിട്ട് ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ മക്കളെയും കൂട്ടി പോകണം. എന്നിട്ട് പറഞ്ഞു കൊടുക്കണടാ, ഇത് എന്റെ പെങ്ങളാ, അഥവാ മോനെ നിനക്കൊരു പെങ്ങളില്ലേ, ആ സ്ഥാനത്ത് ഇത് ബാപ്പന്റെ പെങ്ങളാ, നിന്റെ അമ്മായിയാണ്, ഇതെന്റെ ബാപ്പന്റെ അനുജനാണ്, എളാപ്പയാണ്. ഇങ്ങനെ ബന്ധങ്ങളൊക്കെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇല്ലെങ്കിലോ ഈ മക്കൾ വളർന്ന് വലുതായാൽ അവർക്ക് ഇതാരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. കാരണം ബാപ്പ ഒരു കുടുംബ ബന്ധവും ചേർക്കാൻ എവിടെയും പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെങ്ങനെ മക്കൾ ചേർക്കുക? പിന്നെങ്ങനെ മക്കൾക്ക് ആ പരിചയം ഉണ്ടാവുക? അത് മക്കൾക്ക് കൂടി ഒരു ബാഡ് മെസ്സേജ് കൊടുക്കലായി മാറും നമ്മൾ അങ്ങനെ പോകുന്നില്ലെങ്കിൽ. മറിച്ച് നമ്മൾ ബന്ധുക്കളിൽ പോകണം, കുടുംബങ്ങളിൽ പോകണം. ആ ബന്ധങ്ങൾ എനിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് ഉമ്മ വഴിക്കുള്ള ഇന്ന ആളുകളാണ്, ഇത് ഉപ്പ വഴിക്കുള്ള നമ്മുടെ ബന്ധുക്കളാണ്, അതൊക്കെ നീ മനസ്സിലാക്കണം. നമ്മൾ മരിച്ചാലും അവരേട്ടൊക്കെയുള്ള ബന്ധം നിലനിർത്തണം. ഒരാൾ മരിച്ചുപോയാലും റസൂലുള്ളാഹിനോട് ഒരു സഹാബി ചോദിച്ചില്ലേ, പാപ്പ ഇനി മരിച്ചുപോയാലും എനിക്ക് അവരോടുള്ള കടമ എന്താണ്? അവരിലൂടെ മാത്രം നിലനിന്നിരുന്ന ബന്ധങ്ങളെ നീ നിലനിർത്തൽ അവരോടുള്ള കടമയാണ്. ബാപ്പുണ്ടായിരുന്ന കാലത്ത് നിലനിർത്തിയിരുന്ന ബന്ധങ്ങൾ, ബാപ്പ പോയില്ലേ ഇനി ആരൊന്നും ചിന്തിക്കണ്ടെന്നല്ല, എന്റെ ബാപ്പ നിലനിർത്തിയിരുന്ന ബന്ധങ്ങളാണ് ഞാൻ നിലനിർത്തണം. എന്റെ ഉമ്മ നിലനിർത്തിയിരുന്ന ബന്ധങ്ങളാണ് ഞാൻ നിലനിർത്തണം. അതെന്റെ കടമയാണ്. മരണശേഷവും എനിക്ക് എന്റെ മാതാപിതാക്കളോടുള്ള ഹക്കാണത്, കടമയാണത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇസ്ലാമികമായ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഈ മര്യാദകളൊക്കെ നമ്മൾ പാലിക്കണം. എന്ത് തിരക്കാണ്, എനിക്ക് ബിസിയാണ്, എനിക്കൊരുപാട് ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഈ തിരക്കുകൾക്കിടയിലും ഏത് പ്രയാസങ്ങൾക്കിടയിലും ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം സഹോദരന്മാരെ. ആ അർത്ഥത്തിൽ കുടുംബ ബന്ധങ്ങളെ നല്ല നിലക്ക് വിളക്കി ചേർക്കുന്ന, നിലനിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കണം നമ്മൾ എപ്പോഴും ഉള്ളത്. എന്നാൽ കുടുംബ ബന്ധുക്കളല്ലേ എന്ന പേരിൽ ഒരിക്കലും അനീതിക്കോ അന്യായത്തിനോ അരിനിൽക്കരുത്, കൂട്ടുനിൽക്കരുത്. എപ്പോഴും സത്യത്തിന്റെ പക്ഷത്തായിരിക്കണം. അത് ആർക്കെതിരായിരുന്നാലും സത്യം അവരോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുകയും വേണം. അവർ സ്വീകരിക്കലും ഇല്ലയുമൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. പക്ഷേ നമുക്ക് സദുദ്ദേശം
അള്ളാഹുവിന്റെ പൊരുത്തം, പരലോകത്ത് രക്ഷപ്പെടൽ, ഇതായിരിക്കണം നമ്മുടെ ആഗ്രഹം. ആ അർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ ഏതൊക്കെ അകത്തും പുറത്തും നമുക്ക് ബന്ധുക്കളുണ്ടോ അവരുമായുള്ള ബന്ധങ്ങളൊക്കെ യഥാർത്ഥമായ നിലക്ക് അള്ളാഹു കൽപ്പിച്ചതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചേർത്തുകൊണ്ട് നമ്മൾ പുണ്യം നേടുക, യഥാർത്ഥ മുസ്ലിമീങ്ങളാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധങ്ങളെ ചേർക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന മഹാപാപികളിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും മാറ്റി നിർത്തുകയും ചെയ്തുകൊണ്ട് അവന്റെ കാരുണ്യത്തിന് അർഹരായ ആളുകളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.